ഹായ് ഓൾ, വെൽക്കം ടു ഹനാമി ക്രിയേഷൻസ്. കുറച്ചധികം നാളായല്ലേ നമ്മൾ കണ്ടിട്ട്. ഞങ്ങൾ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. ഒരു 1.5 മാസത്തോളം ഈ പ്രാവശ്യം നാട്ടിലുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് തിരിച്ച് ജപ്പാനിലെത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസത്തോളമായി. പക്ഷെ നാട്ടിലെ കാറ്റടിച്ച് ജപ്പാനിലെത്തിയപ്പോൾ ഭയങ്കര മടിയും ഒരു ഹോം സിക്നെസ്സും. അതുകൊണ്ട് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനുള്ള മൂഡിലായിരുന്നില്ല. ഇപ്പോൾ പതുക്കെ ട്രാക്കിൽ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ പെട്ടി പാക്ക് ചെയ്യലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ചിലപ്പോൾ ട്രിപ്പ് പോകാൻ പെട്ടി പാക്ക് ചെയ്യാം, നാട്ടിൽ പോകാൻ പെട്ടി പാക്ക് ചെയ്യാം. ഞങ്ങൾ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പെട്ടി പാക്ക് ചെയ്യാണ്. ഞങ്ങൾ യൂഷ്വലി ഡിസംബർ അല്ലെങ്കിൽ സെപ്റ്റംബർ ആ ഒരു ടൈമിലായിരുന്നു നാട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. ജൂലൈ ഓഗസ്റ്റ് പിള്ളേർക്ക് ഇവിടെ സമ്മർ വെക്കേഷനാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ആ ടൈമിൽ പോകാം, പക്ഷേ ആ ടൈമിൽ ഞങ്ങൾ യൂഷ്വലി പോകാറില്ല. ഞങ്ങൾ ഡിസംബറിലാണ് പോകുന്നത്. ഡിസംബറിൽ നാട്ടിൽ ചൂടൊക്കെ ഇച്ചിരി ഓക്കെ ആയിരിക്കും, വലിയ ചൂടില്ല. പിന്നെ നാട്ടിൽ പള്ളിപ്പെരുന്നാളും ക്രിസ്മസിൻ്റെ ആ ഒരു ബഹളവും അങ്ങനെ കടകളുടെ നമുക്കങ്ങനെ ഈ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല അടിപൊളി വൈബും ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ യൂഷ്വലി ഡിസംബറിലാണ് പോകുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ മാർച്ചിലാണ് നാട്ടിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ മാർച്ച് 31 എത്തും. പക്ഷേ ഇതിപ്പോൾ മാർച്ച് 1 വീക്കായിട്ടേ ഉള്ളൂ. ഞാൻ പെട്ടിയൊക്കെ പതുക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. യൂഷ്വലി ഞാൻ ഒരു 2 മാസം മുന്നേയൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ക്ലീൻ ആയിട്ട് ഇരിക്കും. എനിക്കില്ലെങ്കിൽ ഭയങ്കര ഒരു ടെൻഷനാണ് കേട്ടോ. ഇങ്ങനെ അതെടുത്ത് വെച്ചായിരുന്നു. എനിക്ക് ഈ ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ പാസ്പോർട്ട് ഉണ്ടോ മറ്റോ ഉണ്ടോ അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പെട്ടി അടുക്കി വെക്കുന്നതും എനിക്ക് ആലോചിക്കാൻ വയ്യ. എനിക്കതൊക്കെ നേരത്തെ ചെയ്ത് റെഡി ആയിരിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം 1 മാസമേ അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയും കൂടി ഇനി ഉള്ളൂ എന്നുള്ളതാണ്. ഞങ്ങൾ മാർച്ച് 1 വീക്ക് ആയതേ ഉള്ളൂ. അപ്പോൾ ആണ് പെട്ടി പാക്ക് ചെയ്യുന്നത്. അത് എൻ്റെ മോളുടെ എക്സാം ആണ് മാർച്ച് 14 മുതൽ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ മോളെ പഠിപ്പിക്കൽ പരിപാടികൾ അങ്ങനെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വരെ പോയി. പക്ഷെ ഇപ്പോഴെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നാട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ച ഐറ്റംസ് ഒക്കെ പതുക്കെ വെച്ച് തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ കുറേ ഡ്രസ്സും ഇതെല്ലാം വെക്കാനുണ്ട്. നമുക്ക് 4 പെട്ടി കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഞങ്ങൾ 4 പേരല്ലേ. ഒരാൾക്ക് 35 കിലോ അല്ലേ സച്ചു? 40 കിലോ. ഞങ്ങൾ ശ്രീലങ്കൻ എയർലൈൻസിലാണ് പോകുന്നത്. അപ്പോൾ ഒരാൾക്ക് 40 കിലോ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ മാക്സിമം ഈ പ്രാവശ്യം ഞങ്ങൾ 40 കിലോയും നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. അതിൻ്റെ പിന്നിലും ഒരു റീസൺ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ നാട്ടിലോട്ട് ജപ്പാനിൽ നിന്ന് ട്രാവൽ ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പാക്കിംഗ് ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചെറിയ ഗ്ലിംസസ് നിങ്ങളൂടെ കണ്ടോളൂ. വായോ. 10 ഗ്ലാസ് ഉണ്ട്. ഇതിൽ എത്ര ഗ്ലാസ് നാട്ടിൽ ജീവനോടെ എത്തും എന്നൊന്നും അറിയില്ല. പിന്നെ പറ്റുന്ന അത്ര നമ്മൾ കൊണ്ടുപോകുന്നു എന്നുള്ളേ ഉള്ളൂ. ശരിക്കും ഇവിടെ ഞാൻ ഈ ഗ്ലാസ്സൊക്കെ മേടിച്ചപ്പോൾ തന്നെ എന്നോട് സച്ചൊക്കെ ചോദിച്ചു, നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ, നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളല്ലേ ഇവിടെ നിന്ന് എന്തെങ്കിലും ഇതൊക്കെ കൊണ്ടുപോകുന്നത്. നാട്ടിലിപ്പോൾ ഇഷ്ടംപോലെ വെറൈറ്റി, ലുലുവിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെറൈറ്റി ഗ്ലാസും പ്ലേറ്റ്സും ഒക്കെ കിട്ടും. പക്ഷേ ഇവിടെ ആകുമ്പോൾ എനിക്ക് എൻ്റെ സമാധാനത്തിന് എൻ്റെ സമയം അനുസരിച്ച് പോയി മേടിച്ച് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷെ നാട്ടിൽ നിന്ന് വെച്ചാൽ ഒരു ഹറിബറി ആയിരിക്കും. ശരിക്കും ഈ വെക്കേഷന് നാട്ടിൽ പോകാമെന്ന് പേര് മാത്രമേ ഉള്ളൂ. നമ്മൾ വെക്കേഷന് നാട്ടിൽ പോകുമ്പോഴാണ് നമുക്ക് ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ സമയമില്ലാതെ ഫുൾ ഓട്ടം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നിനും അങ്ങനെ ഒരു സമയമോ സാവകാശമോ കിട്ടൂല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നാട്ടിൽ പോയിട്ട് ആ റിസ്ക് എടുക്കുന്നതിനേക്കാളും ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും. ഒരു ഗ്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. അപ്പോൾ ഇവിടെ ഞാൻ നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തത്. അപ്പം എങ്ങനെയെങ്കിലും ഇതിനെ ജീവനോടെ നാട്ടിലെത്തിക്കുക എന്നുള്ളത് എനിക്ക് വളരെ പ്രഷറുള്ള കാര്യമല്ലേ. നാട്ടിൽ ചെല്ലുമ്പോൾ ഇതിനുള്ള കുറ്റം ഞാൻ കേൾക്കേണ്ടി വരും. കുറ്റം കേട്ടാലും മറ്റേ ഗ്ലാസ്സിനാണ് കുറ്റം, എനിക്കല്ല. നമ്മൾ ആക്ച്വലി ഇവിടുന്ന് നമ്മുടെ ലഗേജ് ശ്രീലങ്കൻ എയർലൈൻസിൽ ലഗേജ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കൊച്ചിയിൽ നിന്ന് കളക്ട് ചെയ്താൽ മതി. ശ്രീലങ്കയിൽ നമ്മൾ ഒരു ദിവസം സ്റ്റേ ഉണ്ട്. ആക്ച്വലി 12 hours ലേ ഓവർ ഉണ്ട്. പക്ഷേ നമുക്ക് ശ്രീലങ്കയിൽ 14 hours ലേ ഓവർ ഉണ്ട്. നമ്മൾ എൻ്റെ നൈറ്റ് നമ്മൾ അവിടെ ആയിരിക്കും. പക്ഷെ നമുക്ക് ഈ ലഗേജ് ഒന്നും നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യേണ്ട, ഇത് കൊച്ചിയിൽ നമുക്ക് കളക്ട് ചെയ്താൽ മതി. ഈ ടവലൊക്കെ സച്ചുവിൻ്റെ ബ്രദറ് ദുബായിൽ നിന്ന് ഞങ്ങൾക്ക് മോളുണ്ടാവാൻ നേരം ദുബായിൽ നിന്ന് അവർ ഞങ്ങൾക്ക് സെൻഡ് ചെയ്തതാട്ടോ. ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ നമ്മുടെ ഭയങ്കര മെമ്മറി ആണല്ലോ. നമുക്ക് ആദ്യമായിട്ടൊരു കുട്ടി ഉണ്ടാകുമ്പോഴത്തേനും അവർക്ക് വേണ്ടി കിട്ടണ കുറേ സാധനങ്ങൾ. പക്ഷെ ഇപ്പം നമ്മളിതൊന്നും യൂസ് ചെയ്യുന്നില്ല, ഇവിടെ വെറുതെ ഇരിക്കും. ഇത് കാര്യമായിട്ട് ആക്ച്വലി ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നമ്മളങ്ങനെ യൂസും ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെ
കങ്കാരു ബാഗിനകത്തായിരിക്കും കിടക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ കുറേ ടർക്കികൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ നാട്ടിലോട്ട് കൊണ്ടുപോവാണ്. കാരണം ആർക്കെങ്കിലുമൊക്കെ ചിലപ്പം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്, നല്ല നമ്മൾ യൂസും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇതിനോ യാതൊരു ഡാമേജും ഇല്ല. അപ്പം എനിക്കിതൊക്കെ ഇവിടെ ആണെങ്കിലും നമുക്കിവിടെ ഗോമി എന്ന് വെച്ചാൽ വേസ്റ്റിൻ്റെ ഏരിയയിൽ ഇവിടെ നമ്മൾ കളയേണ്ടി വരും. ചിലവർ മേടിക്കും, മീൻസ് നമ്മൾക്ക് ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ നാട്ടിലത്തെ ഈ സെക്കൻഡ് ഹാൻഡ് നാട്ടിൽ കിട്ടുന്ന ഒരു സൈറ്റ് ഉണ്ടല്ലോ, സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് മാത്രം കിട്ടുന്നത് നമ്മളുടെ ഈ ഇവിടെ ഉണ്ട്, നാട്ടിൽ തന്നെ എനിക്ക് പേര് അറിയില്ല. നമുക്ക് ഈ സെക്കൻഡ് ഹാൻഡ് പ്രോഡക്ട്സ് ഒക്കെ നാട്ടിൽ കിട്ടുന്ന സൈറ്റ്സ് ഇല്ല, അങ്ങനത്തെ സൈറ്റ്സ് OLX പോലെ. OLX-ലും കിട്ടൂല, പക്ഷെ OLX-ൽ ക്ലോത്ത് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, അറിയില്ല. അങ്ങനെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ കിട്ടുന്ന സൈറ്റ്സും ഷോപ്സും ഒക്കെ ഉണ്ട് ഇവിടെ. ഡ്രസ്സും ബുക്ക് ഫർണിച്ചർ എല്ലാം കിട്ടുന്ന ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ഇവിടെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതൊക്കെ പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ താഴെ വേസ്റ്റിലിടണം, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കണം. അപ്പോൾ അതിനേക്കാളും നല്ലത് നാട്ടിൽ ഒരുപാട് പേര് ഇതൊന്നും മേടിക്കാൻ ആക്ച്വലി പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് യാതൊരു പ്രശ്നമില്ലാത്ത ക്ലോത്തും ഇങ്ങനെ മക്കളുടെ ഡ്രസ്സും ഒക്കെ നാട്ടിൽ കൊണ്ടിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇങ്ങനത്തെ ഐറ്റംസ് കിട്ടുമ്പോൾ. ഇത് കാണുമ്പോൾ എനിക്കും ഇങ്ങനെ ഭയങ്കര മെമ്മറിയാണ്. കാരണം മോളെ ഇതും അങ്ങനെ തന്നെ, മോളെ ഫസ്റ്റ് കിടത്തിയിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ കിടത്തിയിരുന്ന ഇതാണ്, റാപ്പറാണ്. ഈ മെമ്മറി കാരണം മോളുടെ പല്ല് പോയത്, ആ പല്ല് വരെ എടുത്തു വെച്ചിട്ടുണ്ട്. മറ്റേ ഏതായിരുന്നു സിനിമ, ഉർവശി? ഇതെന്റെ മോളുടെ സെക്കൻഡ് ബർത്ത്ഡേക്ക് ആളിട്ടതാട്ടോ. എനിക്കിങ്ങനെ അതായത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പെൺകുട്ടി ഉണ്ടാവണമെന്ന്, ഭയങ്കര ആഗ്രഹമായിരുന്നു. രണ്ടാമത്തേതും പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് അത്ര സന്തോഷമായിരുന്നു. മീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പെൺകുട്ടി ഉണ്ടാവണമെന്ന്. അപ്പം നമ്മൾ ഇതും സച്ചുവിൻ്റെ ബ്രദറ് സെക്കൻഡ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവർ തയ്പ്പിച്ച് കൊടുത്തതാണ്. ഇത് ആളുടെ 4th ബർത്ത്ഡേ ഡ്രസ്സാണ് മോളുടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉർവശീനെ ഓർമ്മ വരുന്നുണ്ടോ? ഇങ്ങനെ ഇഷ്ടം പോലെ പേരൻസ് അങ്ങനെ ചെയ്യും. ആളുടെ 5th ബർത്ത്ഡേയുടെ ഡ്രസ്സാണ്, മോളുടെ 5th ബർത്ത്ഡേ ഡ്രസ്സ്. ഇത് ക്ലോത്ത് ഡൈപ്പേഴ്സ് ഞാൻ അങ്ങനെ കുറേ ക്ലോത്ത് ഡൈപ്പേഴ്സ് മോൾക്ക് വേണ്ടി മേടിച്ചതാ. പക്ഷെ ഇത് ഒരെണ്ണം പോലും ഞാൻ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ ഈ തണുപ്പത്ത് ഈ ക്ലോത്ത് ഡൈപ്പർ ആണെങ്കിൽ കുറച്ച് ആ ഒരു ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് കുറച്ച് തണുപ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ നല്ല പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ. മീൻസ് നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഇതിനൊക്കെ. ഞാൻ കുറേ എണ്ണം നമുക്ക് ഒരു ദിവസം തന്നെ കുറേ എണ്ണം യൂസ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് അങ്ങനെ കുറേ എണ്ണം ഞാൻ മേടിച്ചാണ്. പക്ഷെ ഒന്നും ഞാൻ ഒരു പ്രാവശ്യം പോലും യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഓർത്തു നാട്ടിൽ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുവാണെങ്കിൽ യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം എടുത്ത് വെച്ചതാണ്. ഇത് എൻ്റെ മോളെ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ ഇടിയിച്ചിരുന്ന ഡ്രസ്സാണ്. ഇത് ഞാൻ ആർക്കും കൊടുക്കൂല, ഇത് എൻ്റെ മെമ്മറിയാണ്. ഇത് എന്നും വീട്ടിൽ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയും നാൾ ഞാൻ ഇതിവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട, നമുക്ക് എപ്പോഴേലൊക്കെ ഇവിടുന്ന് പെട്ടെന്നൊക്കെ നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നായി. അതായത് നമുക്ക് ഇവിടുന്ന് ഇനിയും നമുക്ക് നാട്ടിൽ പെട്ടെന്ന് പോകണം, സെറ്റിൽ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ജോബിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ചിലപ്പോൾ ഇതൊക്കെ എനിക്ക് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും. അപ്പം അതിനും മനസ്സിലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ട് പോവുക. ഇത് ഞാൻ എൻ്റെ മോൾക്ക് ആദ്യമായിട്ട് തയ്ച്ചതാട്ടോ. എൻ്റെ ഒരു പഴയ ജീൻസ് വെട്ടിയിട്ട്. ആലോചിക്കും, ഇമ്മാതിരി ജീൻസൊക്കെ ഉണ്ടായിരുന്നു. ഇമാതിരി ജീൻസ് ഉണ്ടായിരുന്നു. ഞാൻ തീരെ പൊടിയായിരിക്കുമ്പോൾ ഞാൻ തയ്ച്ചിട്ട് ആൾക്ക് നല്ല രസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ തയ്ച്ചു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കൊരു തെളിവ് വേണ്ടേ? അല്ലെങ്കിൽ പിള്ളേച്ച പറയാൻ ആൾക്കാരായിരിക്കും. ഇതെന്റെ മോക്ക് 6 മാസം പ്രായമുള്ളപ്പോ ഇടിയിച്ചിരുന്ന ഡ്രസ്സ്. എനിക്കിപ്പോ ഇത് കണ്ടപ്പോ ഏത് ഓർമ്മ എന്ന് അറിയോ? മാനാർമത്തായി സ്പീക്കിങ്ങില് നമ്മുടെ ഇന്നസെന്റ്. എന്നാ പിന്നെ ഇതെടുക്കട്ടെ, മറ്റേ വാസ്കോഡ ഗാമ വെറുതെ പണിയൊന്നും ഇല്ലാണ്ടിരുന്ന പോകുന്നത്. ഇത് കാണുന്നവര് ഇതൊക്കെ ഞങ്ങളോട് എന്തിനാണ് പറയുന്നത്? ചുമ്മാ ഒരു വഴിക്ക് പോവല്ലേ, നിങ്ങളും ഞങ്ങളുടെ പാക്കിങ്ങിൽ ഇൻക്ലൂഡ് ആവ്, അല്ലെങ്കിൽ ഒരു ബോറിംഗ് ആയി പോകും. നമുക്ക് എല്ലാവർക്കും കൂടെ നാട്ടിൽ പോവാം. അതാ ഞാൻ പറഞ്ഞേ. ഇതിനകത്ത് ഫ്ലൈറ്റിൽ ഒരിക്കൽ പോലും കയറിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉള്ളവർ കാണുമായിരിക്കും. ഉള്ളവർ ഇഷ്ടം പോലെ കാണും. ഇല്ല, ഇഷ്ടം പോലെ കാണുമായിരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും കയറാത്തവരൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആവട്ടെ. നിങ്ങൾക്ക് ഇനി ലൈഫിൽ എപ്പോഴെങ്കിലും ഫ്ലൈറ്റിൽ കയറാൻ ഇട വന്നാൽ
നിങ്ങൾക്ക് ഇങ്ങനെ അപ്പുറത്തിരിക്കുന്ന ആളെന്താ ചെയ്യുന്നത്, ഇപ്പുറത്തിരിക്കുന്ന ആളെന്താ ചെയ്യണമെന്ന് നോക്കണ്ട, എയർ ഹോസ്റ്റസിനോട് ചോദിക്കേണ്ട, നല്ല എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളെ പോലെ എന്താണ് നമ്മൾ ചെയ്യണമെന്ന് ഫുള്ള് നമ്മൾ പറഞ്ഞു തരാം. വീണ്ടും ഒരു സിനിമ ഓർമ്മ വന്നു. ഏതാ? വെട്ടം സിനിമയില് ദിലീപ് മൂക്കില് പഞ്ഞൊക്കെ ചെയ്യുന്നു. ഇതെന്താ ഐറ്റം എന്നറിയോ? ഇതൊക്കെ ഞാൻ എന്തിനാ ഇവിടുന്ന് മേടിച്ചോണ്ട് പോകുന്നതെന്ന് സത്യത്തിൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇതുണ്ടല്ലോ ഭയങ്കര സ്ലിം ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ള നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറാണ്. നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറാണ് ഭയങ്കര ഇത് ടോയ്ലറ്റിന്റെ ഇത്. ആൾക്കാർക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടാവും. എനിക്ക് വട്ടാണോ എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. ഇല്ല, അതവർ ഉറപ്പിച്ചിട്ടുണ്ടോ? അല്ല, നമ്മുടെ നാട്ടില് നമ്മുടെ ഇതൊക്കെ ആമസോണിലും മീഷോയിലും ഒക്കെ കാണും കേട്ടോ. ഞാൻ പിന്നെയും പറയുന്നത് ജപ്പാനിൽ നിന്ന് അങ്ങനെയെന്ന് പറഞ്ഞിട്ടല്ല കാണിക്കണേ. ഞങ്ങളുടെ പെട്ടി തുറക്കാൻ വേണ്ടി നാട്ടിൽ വന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ അതാണ്. ഇതൊക്കെയാണ് ഈ പെണ്ണ് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നതെന്ന്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ മറ്റേ പെട്ടി പൊട്ടിക്കൽ എന്നുള്ള വലിയൊരു ചടങ്ങാ. ആ ചടങ്ങിന് വേണ്ടി ഇരിക്കുമ്പോ നമ്മള് ആക്ച്വലി അതൊന്നും വലിയൊരു ചടങ്ങല്ല കേട്ടോ. കാരണം കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും, അവർക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ, ചോക്ലേറ്റ് ഉണ്ടോ എന്നൊക്കെ അറിയാം. പക്ഷെ ഇപ്പം അല്ലാതെ ഇങ്ങനത്തെ എല്ലാ ഐറ്റവും നാട്ടിൽ കിട്ടും. ഇനി ഇവിടത്തേക്കാളും മെച്ചപ്പെട്ട അങ്ങനത്തെ ഐറ്റം ക്വാളിറ്റി അല്ല പറയണേ, ക്വാളിറ്റി ഇവിടെ തന്നെയാണ് എന്തുകൊണ്ടും ബെറ്റർ. പക്ഷെ അല്ലാതെ നമ്മളിങ്ങനെ കണ്ടിട്ടില്ലാത്ത പല ടൈപ്പ് സാധനങ്ങൾ ഇപ്പം നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഐറ്റംസ് അവൈലബിൾ ആണ്. പക്ഷെ ഇതൊക്കെ മേടിച്ച് റിട്ടേൺ ചെയ്യണമെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ളൊരു ടൈം നമുക്ക് ഉണ്ടാവണം. അതില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ പഴയ ഇങ്ങനെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് മാത്രമാണോ ഭ്രാന്ത്, അത് നാട്ടുകാർക്ക് മൊത്തം ഉണ്ടോയെന്ന് അറിയാമല്ലോ. അപ്പം ഞങ്ങൾ രാവിലെ തുടങ്ങി പെട്ടി പാക്കിയിലായിരുന്നു കേട്ടോ. രാവിലെ ഒരു 8-8:30 ആയ സമയത്ത്, ആ സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ സമയം 6:45 റേഞ്ചായി, 6:45 ഈവനിങ് ആയി കേട്ടോ. അതിൻ്റെ ഇടയിൽ വീട്ടിലെ പരിപാടികളും കാര്യങ്ങളും, കുക്കിങ്, പിള്ളേർക്ക് ഫുഡ് കൊടുക്കൽ, ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഷോപ്പിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ വന്നിട്ട് ഈ ട്രോളി ഫുള്ള് കംപ്ലീറ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പോയത്. വന്നു കഴിഞ്ഞിട്ട് ഇതും ഓൾമോസ്റ്റ് പാക്ക് ചെയ്തു. ഇനി ഇതിനകത്തൊരു 4 kg കൂടെ ആക്ച്വലി പറ്റുള്ളൂ. പിന്നെ ഇനി ഇത് രണ്ടും അതും ഏകദേശം പാക്ഡ് ആണ്. വെയിറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെങ്കിൽ കുറച്ച് വലിയ ഐറ്റംസ് ആയതുകൊണ്ട് ഇനി അതിനകത്ത് അങ്ങനെ കാര്യമായിട്ട് വെക്കാൻ സ്പേസ് ഇല്ല. പക്ഷെ ഇത്രയും ഐറ്റംസ് ഇനിയും കൊണ്ടുപോകാനും ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഓരോരോ പ്രാവശ്യം നാട്ടിൽ നിന്ന് നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ മുതൽ ഓരോരോ സാധനങ്ങൾ മേടിച്ച് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് ഇപ്പൊ പോകാറായപ്പോഴത്തേന് ഇത്രയും സാധനങ്ങൾ ഓൾറെഡി ഉണ്ട്. ഇനി ഈ ഒരു ട്രോളിയേ ഉള്ളൂ. നമുക്ക് ശരിക്കും 3 ബാഗ് കൂടെ 3 ട്രോളിയും കൂടെ നമുക്ക് എക്സ്ട്രാ ക്യാരി ചെയ്യാൻ പറ്റും. പക്ഷെ ഞങ്ങൾ എടുക്കണില്ല. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും അല്ലേ ട്രോളി എടുക്കാൻ പറ്റുള്ളൂ, പിള്ളേർക്ക് അത് പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഇവിടുന്ന് നമുക്ക് നമ്മളുടെ ഫ്രണ്ടാണ് നമ്മളെ ടോക്കിയോയിൽ എയർപോർട്ട് ബസ് ഉണ്ട് ടോക്കിയോയിൽ നിന്ന്. അപ്പോൾ അവിടം വരെ നമ്മുടെ ഫ്രണ്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്യും. അവിടെ നമ്മൾ ആ എയർപോർട്ട് ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരും ഈ ട്രോളിയൊക്കെ അവരെടുത്ത് വെച്ച് അവരിറക്കി തരുകയും ചെയ്യും. നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഇവിടുന്ന് അത് എടുത്ത് താഴോട്ടൊക്കെ ഇറക്കാൻ ഞങ്ങൾ തന്നെ അതിൻ്റെ 2 പേര് മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് 3 ട്രോളി എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, ഒരാൾക്ക് 3 ട്രോളി. സോ നമ്മൾ 2 എണ്ണം വീതം എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇനി ഇത്രയും ഐറ്റംസ് എക്സ്ട്രാ കിടക്കാണ്. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് എത്ര പറ്റുന്നോ അത്രയും ചെയ്യണം. ബാക്കി വല്ല ബാഗിനകത്ത് വെക്കണോ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡൗട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്തായാലും ഈ സാധനങ്ങളൂടെ ബാക്കി എടുത്തിട്ട് വെക്കട്ടെ. ഞങ്ങൾക്ക് ശരിക്കും ഒരു ബാഗിനകത്ത്, ഒരു ട്രോളിക്കകത്ത് 23 കിലോ, ഇപ്പം 40 കിലോ ആണ് ഒരാൾക്ക്. അപ്പോൾ പക്ഷെ 40 കിലോ ഒരു ബാഗിനകത്ത് വെക്കാൻ പാടില്ല. ഇതുവരെ ട്രാവലൊന്നും ചെയ്യത്തില്ലാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ. ഒരു 23 കിലോ വരെയൊക്കെ നമുക്ക് ഒരു ബാഗിൽ വെക്കാൻ പാടുള്ളൂ. കാരണം ഈ എയർപോർട്ട് സ്റ്റാഫ്സ് ഒക്കെ ഇത് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ഈ 40 കിലോ ഒന്നും എടുത്ത് പൊക്കി വെക്കാൻ ഇടാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു മാനുഷിക പരിഗണന എന്ന് പറയുന്നത് കൊണ്ട് 23 kg ആണ് എയർലൈൻസുകാർ അലൗ ചെയ്യുന്നത് ഒരു ബാഗിനകത്ത്. അപ്പോൾ ഇത് 23 കംപ്ലീറ്റ് ആയി. ഇതിനകത്തൊക്കെ ഇനി വെയിറ്റ് വെക്കാൻ ആക്ച്വലി ഒരു 8 കിലോക്ക് ഇതിനകത്ത് പറ്റും. പക്ഷെ ഈ ട്രോളി ചെറിയ ബാഗ് ആയതുകൊണ്ട് ഇത്രയും സാധനമൊന്നും ഇതിനകത്ത് കയറില്ല. ഇതും ഇനി ഇതിനകത്ത് ഒരു 6 kg ഒക്കെ ആക്ച്വലി വേക്കൻറ്റ് വെക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷേങ്കിൽ വെക്കാൻ പറ്റും, പക്ഷെ സ്ഥലമില്ല. ഇതൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ആക്ച്വലി 30 kg, 35 kg, 40 kg ഒക്കെ ഫ്ലൈറ്റിൽ അലൗഡ് ആണ്. പക്ഷെ അത് സിംഗിൾ ബാഗ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. ഈവൻ 30 kg ആണെങ്കിലും 30 kgയുടെ സിംഗിൾ ബാഗ് എല്ലാവരും ശരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ എല്ലാവരും 30 kgയുടെ ഒറ്റ ബാഗായിട്ടാണ് കൊണ്ടുപോകാറ്. ചിലവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അല്ല, 90% ആൾക്കാരും ഒറ്റ ബാഗായിരിക്കും 30 kgയുടെ ഒരു ബാഗ്.
പക്ഷെ അങ്ങനത്തെ ബാഗുകളാണ് കൂടുതലും പൊട്ടാറ്, ഈ എടുത്തെറിഞ്ഞ്. പിന്നെ അല്ല, അത് മാത്രല്ല, ഈ എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ നിൽക്കുന്നവരുടെ അവസ്ഥയും കഷ്ടമല്ലേ. കാരണം നമുക്ക് പറ്റുമോ അത് 40 കിലോ എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പം അവരെ നമ്മളത് പരിഗണിക്കണമല്ലോ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മേടിച്ച ഐറ്റംസ് എങ്ങനെയെങ്കിലും നാട്ടിലെത്തുക എന്നുള്ളതായിരിക്കും. നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ ചാർജർ ബാങ്ക്, ബാറ്ററീസ്, പിന്നെന്താണ് മൊബൈൽ റിലേറ്റഡ് സാധനങ്ങളൊന്നും, ക്യാമറ മൊബൈൽ റിലേറ്റഡ് സാധനങ്ങളൊന്നും നമ്മളുടെ ഈ ട്രോളി, ഈ ലഗേജ് ബാഗ് ഉണ്ടല്ലോ അതിനകത്ത് നമ്മൾ വെക്കാൻ പാടില്ല. അത് നമ്മുടെ ഹാൻഡ് ബാഗിനകത്ത് വെക്കണം. ഇത് ഫ്ലൈറ്റിൽ ഒരിക്കൽ പോലും ട്രാവൽ ചെയ്തിട്ടില്ലാത്ത, ട്രാവൽ ചെയ്യാൻ സാധ്യത ഉള്ളവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. നമുക്ക് 2 ടൈപ്പ് ബാഗ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉള്ളത്. ഒന്ന് ട്രാവൽ ബാഗ് എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ 30 കിലോ 40 കിലോ അത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗും, പിന്നെ ഒന്ന് നമ്മുടെ ഹാൻഡ് ബാഗും. ഹാൻഡ് ബാഗിൽ ഒരു 7 kg ആയിരിക്കും അവർ അലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഹാൻഡ് ബാഗിനകത്തായിരിക്കും നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇടേണ്ടത്, ചാർജർ ബാങ്ക് പോലത്തെ ഐറ്റംസ് ഒക്കെ ഇടേണ്ടത് അതിനകത്താണ്. ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അവർ സ്കാൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് അത് തുറന്നെടുപ്പിക്കും. അപ്പം നമ്മൾ ഓൾറെഡി പാക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കത് നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടി, ഇത് മുഴുവൻ തുറന്ന് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇനി മുന്നോട്ടൊക്കെ എവിടെയെങ്കിലും പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഓരോ എയർലൈൻസിലും എന്തൊക്കെ ഐറ്റംസ് എടുക്കാൻ പറ്റും. ഇപ്പം ചില സ്ഥലത്തോട്ട് പിക്കിള് കൊണ്ടുപോകാൻ പറ്റില്ല, ചിലയിടത്തോട്ട് പിക്കിള് കൊണ്ടുപോകാം, ചിലയിടത്ത് ഓയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് ഈ എയർലൈൻസിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എയർലൈൻസിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് കാണും. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ സാധനം എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ജപ്പാനിലോട്ട് സീഡ് ഐറ്റംസ് ഒന്നും പറ്റില്ല. ഇപ്പം ഇങ്ങോട്ട് നമുക്ക് ഈ മണ്ണിലിട്ട് മുളപ്പിക്കാൻ പറ്റുന്ന ഒരു ഐറ്റവും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ ഫ്രൂട്ട്സ് പറ്റില്ല, വെജിറ്റബിൾസ് പറ്റില്ല, അതൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവർ സ്കാൻ ചെയ്തിട്ട് എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മളെ കൊണ്ട് തുറപ്പിച്ച് അവർ കളയും. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പണ്ട് വന്നപ്പോൾ നാട്ടിൽ നിന്ന് പേരയ്ക്കായിരുന്നോ, പേരയ്ക്കല്ല മാങ്ങയോ, അവരുടെ വീട്ടിൽ പേരയ്ക്ക ബാഗിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടി കൊടുത്തു വിടുന്നതാണല്ലോ വീട്ടിലുണ്ടായ പേരയ്ക്കാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കൊണ്ടുവന്നിട്ട് അവരിവിടുന്ന് അത് എടുപ്പിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ എയർപോർട്ടിൽ അവിടെ തന്നെ നിന്ന് കഴിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അതുപോലും സമ്മതിക്കാതെ അവർ കളഞ്ഞു അത്. അതായത് ഓരോ രാജ്യത്ത് അവരുടെ റൂളുണ്ട്, അത് നമ്മൾ ആ രാജ്യത്ത് നിൽക്കുമ്പോൾ അത് ഫോളോ ചെയ്യുക. നമുക്ക് അവരോടും സ്റ്റാഫ്സിനോട് കുറ്റം പറഞ്ഞ മീൻസ് അവരത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരുടെ റൂളാണ്, അത് നമ്മൾ ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ ജപ്പാനിൽ ഒരു മറ്റേ എയർപോർട്ടിലൊരു പട്ടിയുണ്ട്, ആ പട്ടി വന്ന് മണപ്പിക്കും. മേ ബി കാണും ഈ എയർപോർട്ടിൽ ആ ഡോഗ് കാണില്ലേ, അറിയില്ല. ഇവിടെ നമ്മളിങ്ങനെ ലഗേജ് എടുക്കുന്ന ആ ഒരു സ്പേസിൽ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു സ്നിഫ് ഡോഗ് ഉണ്ട്. സ്നിഫ് ഡോഗ് എന്നല്ലേ പറയാ, സ്നിഫർ എന്നല്ലേ പറയാ. അപ്പൊ ആ സ്നിഫർ വന്നിട്ട് അത് നമ്മളുടെ ഈ ട്രോളിന്റെ ഒക്കെ അടുത്ത് വന്നിട്ട് അത് സ്മെല് ചെയ്യും. ഇങ്ങനെ ഡൗട്ട് ഉള്ളവരുടെ അടുത്ത് മാത്രം, എല്ലാവരുടെ അടുത്തും ഒന്നും സ്മെല് ചെയ്യില്ല. സ്മെല് ചെയ്തിട്ട് ഇൻ കേസ് എന്തെങ്കിലും അങ്ങനെ ഒരു ഇത് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ കൊണ്ട് തുറപ്പിച്ചിട്ട് നമുക്ക്. അല്ല, എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടോ അങ്ങനെ പട്ടി വന്ന് ബാഗ് മണപ്പിക്കുന്നത്? നാട്ടില് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ വേറെ കൺട്രിയിലുണ്ടോ ഇല്ലോ നമുക്ക് അറിയില്ലല്ലോ. ചില കൺട്രീസിൽ കാണുമായിരിക്കും ചിലപ്പോ. എന്തായാലും ജപ്പാനിൽ അങ്ങനത്തെ ഒരു വൃത്തികെട്ട പട്ടിയുണ്ട്. അങ്ങനെയാണ്, അവര് ഗാർഡിന്റെ കൂടെ ഈ സ്നിഫർ വരും. എന്നിട്ട് ഇങ്ങനെ എല്ലായിടത്തും വന്ന് മണത്തൊന്നും നോക്കൂല. പക്ഷെ ചില മേ ബി അതിന് കുറെ ഡിസ്റ്റൻസ് നിൽക്കുമ്പം ഇന്ന ബാഗിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അതിന് തോന്നുന്നുണ്ടാവും. കാരണം ചില ട്രോളിയിൽ വന്നിട്ട് ഇങ്ങനെ കാര്യമായിട്ട് അതിങ്ങനെ സ്നിഫ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ പാടില്ലാത്ത ഒരു സാധനങ്ങൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ വാങ്ങിയ ഐറ്റംസ് ഒക്കെ അടിച്ചൊതുക്കി പെട്ടിയിലും മടക്കി വെക്കട്ടെ. ഇനി ജപ്പാൻ ടു കൊച്ചിയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.